എന്താണ് സ്പെഷ്യൽ? അതെ, പച്ചക്കായ എങ്ങനെ ഒരു സ്പെഷ്യൽ മോഡലിൽ ഞങ്ങൾ ഒരു ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പഞ്ചാബ് ടൈപ്പ് ആണ്, പഞ്ചാബ് സ്റ്റൈൽ. പഞ്ചാബിലൊക്കെ എങ്ങനെയാണ് അവർ ബജി ഉണ്ടാക്കുക. അപ്പൊ ഈ നമ്മൾ ഇന്നത്തെ സ്കിപ്പ് ചെയ്യാതെ ഇതാ നമ്മളുടെ ചാനൽ സാക്സ് വെറൈറ്റീസ്. ഇത് പച്ചക്കായ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൊണ്ണങ്കായ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ബജി ഉണ്ടാക്കാൻ ഏറ്റവും ഉഷാർ. അപ്പം ഞാനിത് കഴുകിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ പൊട്ടറ്റോൻ്റെ തോല കഴിക്കില്ല, അതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ തോല് പോയിട്ടില്ല എന്നുള്ള മോഡലിൽ അങ്ങനെ എൻ്റെ തോല് കളയുക. ഇത് തോല് കളഞ്ഞുടനെ തന്നെ കഴുകുക, പിന്നെ കട്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഞാനിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ തോല് ഇങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുക്കി പൊരുക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഒരു പഞ്ചാബ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഞ്ചാബിൽ അങ്ങനെ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ ബാറ്റർ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലേക്ക് പോവുകയാണ്. 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് പിന്നെ മൈദപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാലപ്പൊടികൾ ഇടണം. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുക, പിന്നെ ഇതൊരു ബേക്കിംഗ് സോഡ ഒരു തുള്ളി ഇടുക, പിന്നെ ഈ കായത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ഇടുക, കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. മിക്സിങ് ഒന്നുകൂടി ശരിയാണെങ്കിൽ എന്താ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരിപ്പയിലാക്കിയിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആക്കിയല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും. ഇതേപോലെ ഞാനൊരു അരിപ്പിട്ടിട്ട് ആദ്യം തന്നെ അരിപ്പയിലിട്ടിട്ട് അങ്ങനെ ആക്കിയാലും മതി. പക്ഷേ എനിക്കിഷ്ടം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിപ്പയിലാക്കുമ്പോഴാണ് അതാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അയക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അതിൽ ഇങ്ങനെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ, അത് കുരുമുളകിൻ്റെ ഒരു പൊടി ബാക്കിയാണ്, അത് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ച് അതേ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കണം. കാരണം ഇത് മുക്കി അധികം ലൂസാവരുത്, അധികം ടൈറ്റ് ആവാത്ത മോഡലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് അളവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു 250 മില്ലിൻ്റെ കടലപ്പൊടീൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കാനാവുന്നില്ല. ഇതിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് റെഡി ആയിരിക്കും. ഇതുപോലെ ഉണ്ടാക്കുക, ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതിൽ കട്ടായിട്ട് കിടക്കരുത് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോയെന്ന് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. ഈ ഒരളവിൽ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇനി അടച്ചാട് വെക്കുക. ഇതൊന്ന് പെട്ടെന്ന് ആക്കരുത്, കുറച്ചേരം അടച്ച് വെക്കണം, അപ്പോൾ സെറ്റാകുക. അപ്പം നേരത്തെ തോല് കളഞ്ഞ അതാണ്, അതിന് ചെറിയൊരു കളർ മാറ്റം വന്നിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യുക, നീളത്ത് കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതേ സൈസിൽ ഇത് തോല് കളഞ്ഞ ഉടനെ തന്നെ കട്ട് ചെയ്യുക. പക്ഷെ അപ്പം ഇനി കളർ മാറുന്ന വെച്ചിട്ട് ഞാൻ അപ്പം കട്ട് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു മാവിലേക്ക് സ്വല്പം മല്ലിയില, ആ മാവ് വേറെയും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണം, ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്, ആവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് മുക്കാൻ പോവാണ്. ഇതൊരു പഞ്ചാബ് സ്റ്റൈലാണ്. പഞ്ചാബിൽ ഇങ്ങനെ മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് ബ്രെഡും ഇതൊക്കെ പൊരിക്കുക. ഞാൻ മുമ്പൊരു ബ്രെഡ് പൊരി കാണിച്ചിരുന്നു. ഞാൻ പാകിസ്ഥാനിൽ പോയ സമയത്ത് എന്നാൽ ജസ്റ്റ് പഞ്ചാബ് കഴിക്കാൻ പോയത്. അപ്പോൾ അവിടെ നിന്ന് ബ്രെഡ് പൊരി കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനച്ചട്ടിയിൽ ഈ എണ്ണ പൊരിക്കാറിനല്ല, കാരണം നല്ല ചൂട് നിൽക്കും. ഇത് നല്ല ഹൈ ചൂടിൽ വെക്കുക, ചൂട് കുറക്കണ്ട. ആവശ്യത്തിന് എണ്ണ പറഞ്ഞാൽ മതി, ഒന്നായിട്ട് എണ്ണ നമുക്ക് കളയണമെന്നില്ല. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പൊതുവേ വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യാറുള്ളത്. ഇതുമേ എണ്ണയിൽ തന്നെ നിൽക്കണം. ഇതിൻ്റെ പുറത്ത് നിന്ന് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ പിന്നെ അത് ആകെ പ്രശ്നമാവും. അപ്പോൾ നല്ല ചൂടിൽ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടയം കൊണ്ടൊന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് കംപ്ലീറ്റ് ഇളക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. പെട്ടെന്ന് സംഭവം നടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ചൂടിൽ വെച്ചാൽ മതി, ചൂട് കുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊരിഞ്ഞായിട്ടുണ്ട്.
ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റൗണ്ടിലായതുകൊണ്ട് നീളത്തിലും വേണം പൊരിക്കുക, പക്ഷേ എനിക്ക് ഇഷ്ടം റൗണ്ടാണ്. ഇത് വേറൊരു ടേസ്റ്റാണ് റൗണ്ടിൽ പൊരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി പൊരികളുണ്ട്, യാത്രകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്, ബിരിയാണികളുണ്ട്, അറേബ്യൻ ഫുഡുകളുണ്ട്. അപ്പോൾ സൗകര്യം പോലെ നിങ്ങൾ എല്ലാതും ഇങ്ങനെ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.